ഹായ്, എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? 2-3 ദിവസമായി വന്നിട്ട് കേട്ടോ ഷൂട്ടിൽ. പിന്നെ ഇച്ചിരി ഇതായിരുന്നു, തിരക്കായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമുക്കിന്ന് വീട്ടിൽ മീനൊന്നും കിട്ടിയില്ല ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറച്ച് ഉണക്ക മീൻ അയലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അയലക്കറി വയ്ക്കാം. മീനിനൊക്കെ ഭയങ്കര വിലയാണ്, മീനില്ല, ഭയങ്കര വിലയും. പിന്നെ എപ്പോഴും നമ്മൾ മീനില്ലാതെ എനിക്കിത്തിരി മീൻ ചാറെങ്കിലും വേണം. എങ്കിലും വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഉണക്ക മീനും നമ്മൾ പച്ച കായൊക്കെ ഇട്ട് നമുക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. എല്ലാം ടേസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും വച്ചിരുന്നത് മീനില്ലാത്ത സമയങ്ങളിലൊക്കെ. അപ്പം നമുക്കിതൊന്ന് വയ്ക്കാം, എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഞാൻ വീട്ടിൽ വയ്ക്കുന്നത് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, അതിനും കൂടെയാണ് വന്നത്. പിന്നെ നിങ്ങളുടെ വിശേഷം എന്നാ പറയുന്നു? എല്ലാവർക്കും സുഖമാണോ? എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടോ? എങ്ങനെയുണ്ട്? പിന്നെ ഇഷ്ടമായോ അതോ ബോറടിക്കുവാണോ? എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക കേട്ടോ. അപ്പം 3 അയില ഉണ്ട്. അപ്പം അതിപ്പോൾ 3 അല്ലെങ്കിൽ 2 അയില എടുക്കാം. പിന്നെ 2 പച്ചക്കായാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. പച്ചക്കായായിരുന്നു കൂടുതൽ നല്ലത്. ഇതും നല്ലത് തന്നെയാണ്, ഇതും കായ തന്നെയാണ് അവിയലിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇതെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കൊന്ന് ഇതാണ് ഡിഷ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഡിഷ് ഇതാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തെ എനിക്ക് മീൻ കറി ഇത് എങ്കിലും വേണം, ഡെയിലി ഇത് മീൻ ചാറെങ്കിലും വേണം ചോറ് കഴിക്കണമെങ്കിൽ. ഇതിൻ്റെ കൂട്ടത്തിനകത്ത് ഉണക്ക മീൻ വറുത്തതോ അല്ലെങ്കിൽ ഇത്തിരി അച്ചാറോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിപൊളിയാണ് ചോറ് കഴിക്കാൻ. ഇച്ചിരി ചോറ് കഴിക്കാൻ പറ്റും, ലേശം ടേസ്റ്റോടുകൂടി. ഒരു പ്രത്യേക സ്വാദാണത്. നമുക്ക് എവിടെ പോയാലും നമുക്ക് ആ ഒരു ഫീൽ മറക്കാൻ പറ്റത്തില്ല, നമ്മളേത് നാട്ടിൽ ചെന്നാലും. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഇതിൻ്റെ തൊലി അങ്ങനെ എല്ലാം കളയണ്ട, ഇച്ചിരി അങ്ങ് ചുരണ്ടി കളഞ്ഞാൽ മതി. നമുക്ക് ഇത് അരിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. കായൊന്ന് വേവുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? ഭയങ്കര ചൂടാണ് ഇവിടെ. നിങ്ങളുടെ അവിടെ ചൂടുണ്ടോ? ചൂട് കാണും, എല്ലായിടത്തും കാണും ചൂട്. പിന്നെ അപ്പം പച്ചമുളക്, പച്ചക്കായ, ഉണക്കമീൻ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ. ചക്ക മഞ്ഞളും ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകട്ടെ. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഓക്കെ. പിന്നെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിട്ടാണ് ഉണക്ക മീൻ കറി വയ്ക്കാൻ കയറിയത്. ഓക്കെ. രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. ഞാനും ഒന്നും കഴിക്കുന്നില്ല. മോനല്ലേ, അവന് പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം. അപ്പോൾ അത് പഴുത്തിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് പുഴുങ്ങി കൊടുക്കുവാന്ന്. പിന്നെ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വന്നിട്ട് കഴിക്കും. അതിപ്പം ഷോപ്പിൽ പോയി, ഷോപ്പ് തുറക്കാനായിട്ട്. ഓക്കെ. അപ്പം ഇതൊന്ന് ഇച്ചിരി നേരം വെള്ളം ഒഴിച്ച് വയ്ക്കാം.
പിന്നെ ഇനി നമ്മൾ ഇതിപ്പം ഉണക്കമീൻ വച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാം. അപ്പോഴാകുമ്പോൾ നമുക്ക് സമാധാനത്തോടു കൂടി സംസാരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ യേശു എൻ്റെ നാവിലിങ്ങനെ കൊണ്ടുതരും. അപ്പോൾ ഇതിലങ്ങ് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് വചനം പറയുമ്പോൾ എപ്പോഴും നമ്മൾ അത് നല്ല ഇതായിട്ട് പറയണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കറിയൊക്കെ അടുപ്പിലാക്കിയിട്ട് നമുക്ക് പറയുന്ന സമയം കൊണ്ട് അതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് അരിയണം, തേങ്ങ എന്നെടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ. ഇനി ഉണക്കമീൻ കഴുകിയിട്ട് വന്നു. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തിടുക. ചെറുതാണെങ്കിൽ മുഴുവനെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. ഇത് വലുതായതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. നമുക്ക് കുടംപുളി 2-3 കഷ്ണം ഉണ്ട്, അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഓക്കെ. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇതിൽ കിടന്നങ്ങ് ആയിക്കോളും. ഓക്കെ. ഇതിൽ കിടന്ന് വെന്തോളും. നമുക്ക് അടച്ചിട്ടേക്കാം. ഉപ്പിടണ്ട, ഉണക്കമീനിൽ ഉപ്പുണ്ടല്ലോ. അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. ഓക്കെ. ചില ഉണക്കമീനിൽ ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളും കൂടെ ഇടുമ്പോൾ മൊത്തത്തിൽ ഉപ്പാവും. ഒന്ന് കറിവേപ്പില ഇട്ടില്ല കേട്ടോ. കറിവേപ്പില ഇടാം. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ. ആ സമയം കൊണ്ട് ഇത് വേകും. ഓക്കെ. കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ടേക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അതില്ലെങ്കിൽ നമുക്കൊന്നും കുക്ക് ചെയ്യാൻ പോലും തോന്നത്തില്ല. കരിവേപ്പിലയൊക്കെ ഇല്ലെങ്കിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുക്ക് ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റും നല്ല മണവുമാണ്. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത്. ഓക്കെ. നമുക്ക് സവാളയാണ് എടുക്കുന്നത്. ഉള്ളി ഇല്ല, ചെറിയ ഉള്ളി ഇല്ല. നമുക്ക് പകുതി സവാള എടുക്കാം. കുറച്ച് ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് കുറച്ചെടുക്കാം. കുറച്ച് കണ്ട് ഇത്ര എടുക്കുന്നത്. ചിലവർ ജീരകം എടുക്കാറില്ല, പക്ഷേ ഞാനെടുക്കും ജീരകം. നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ചിലവർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉണക്കമീനിന് ജീരകം. ഒരിടത്ത് ഓരോ ഇതല്ലേ. ഞാൻ പക്ഷേ വയ്ക്കുമ്പോഴത്തേക്ക് മിക്ക ഇതിലും ജീരകം
ചെയ്യാറുണ്ട്. കാരണം ജീരകം നല്ലതാണ്, നല്ല മണവും നല്ല സ്വാദുമായിരിക്കും. ഓക്കെ, വെന്തു കേട്ടോ. അത് അടുപ്പത്ത് വെച്ചത് വെന്തു. മതി. ഇനി കൂടുതൽ വെന്ത് പോയാൽ കുഴഞ്ഞു പോകും. അപ്പം നമുക്ക് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ, കണ്ടോ, ഉള്ളി, ജീരകം, കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, പിന്നെ ലേശം നമ്മളിതിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ലേശം മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, അരച്ച് കൊണ്ടുവന്നായിരുന്നേ, തേങ്ങ അരച്ചായിരുന്നു. ഇത് ചെറിയ അടുപ്പാണ്, അപ്പം ഇത് നമുക്കൊന്ന്, ചെറിയ അടുപ്പല്ല, 2 അടുപ്പും കംപ്ലൈൻറ്റാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അടുത്ത ഇതിലോട്ട് മാറ്റാമെങ്കിൽ പെട്ടെന്ന് കത്തും. കുഞ്ഞ് തീ കത്തുവാണ്. 2 അടുപ്പും കംപ്ലൈൻറ്റായി. അതൊന്ന് ആവട്ടെ കേട്ടോ. ആയിട്ട് നമുക്ക് ഉണക്കമീനിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റൂടെ കഴിഞ്ഞിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ചൂട് കൊണ്ടിട്ട് ഇരിക്കാൻ മേല എനിക്ക്. പിന്നെ അതിവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് കടുക് വറുക്കാനായിട്ട് നമുക്കൊന്ന് ഉള്ളി ഒന്ന് അരിഞ്ഞു വയ്ക്കാം. അപ്പം എല്ലാം പെട്ടെന്നാവുമല്ലോ. നിങ്ങളുടെ വിശേഷമൊക്കെ പറയണം കേട്ടോ എന്നോടും. ഞാൻ പറഞ്ഞ യേശുവായിൻ്റെ കാര്യം, വചനമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. കാരണം എൻ്റെ അനുഭവമാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഇവിടെ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ ആബ കാരണം. ആബയെന്ന് വെച്ചാൽ എൻ്റെ ഹോശുവ മിശിഹ കേട്ടോ. അതില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഓക്കെ, തിളയ്ക്കുന്നുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചില്ലേ കായ, അത് കാണുന്നുണ്ടോ? നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം.
ഇത് ഇതിൽ കിടന്നങ്ങ് വേഗം കേട്ടോ. അപ്പോൾ നമുക്ക് വെന്തിട്ട് പിന്നെ കടുക് വറുത്ത് ഒഴിക്കാം. ഇതൊന്ന് വേഗട്ടെ. അപ്പം കറി തിളയ്ക്കുകയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ്. ഇപ്പോൾ തന്നെ കൊതി തോന്നുക ഉണക്കമീൻ്റെ മണം കേട്ട്. അപ്പോൾ അത് ഇരുന്നിങ്ങനെ തിളയ്ക്കട്ടെ ഒരു 5 മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ശബത്തിനെ കുറിച്ച് ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്, കുറച്ച് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും അല്ലേ. അപ്പം ഞാൻ അമ്മ മരിക്കുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അമ്മ മരിച്ചു, അതായത് അമ്മ മരിക്കുമെന്ന് എൻ്റെ യേശുവായിക്ക് മുന്നമേ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ആബ ഒറ്റയ്ക്കാക്കിയില്ല. അപ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു, അതായത് എൻ്റെ വീട്ടുകാരല്ല എന്നെ കല്യാണം കഴിപ്പിച്ച് വെച്ചത്. ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ് യഥാർത്ഥം, അതാണ് സത്യം. ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ യേശുവായാണ്, എൻ്റെ ഓശോ മെഷിയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടു തന്നത്. മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടു തന്നത് എൻ്റെ ഓശോ മെഷി, എൻ്റെ യേശുവായാണ്. എൻ്റെ വീട്ടുകാരോ ഒന്നുമല്ല എന്നെ കല്യാണം കഴിപ്പിച്ച് വെച്ചതും ഇതാക്കിയതും ഒക്കെ. എനിക്ക് ആ സമയമായപ്പോൾ, പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതല്ല, കോട്ടയമാണ്. ആ സമയമായപ്പോൾ പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് എന്തോ ആവശ്യത്തിന് വന്നു. എല്ലാം ആബേൻ്റെ പദ്ധതിയാണ് അതെല്ലാം. അത് എനിക്ക് തന്നെ അറിയില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പുറത്തിറങ്ങില്ല, വീട്ടിൽ തന്നെയാണ്, അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടുകാട് പോകും. അങ്ങനെ പോകുന്നതാണ് പുറത്ത്. അത് ഓട്ടയിൽ പോകും, ഓട്ടയിൽ തന്നെ വരും. എൻ്റെ വല്യമ്മയുടെ മോളും അവളുടെയും കൊണ്ടാണ് ഇവിടെ പോയാലും പോണേ. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയപ്പം പുള്ളി അവിടെ വെച്ചെങ്ങാണ്ടോ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം വല്യമ്മയുടെ മോളോ അവളുടെ കൈ പിടിച്ചാണ് ഞാനിങ്ങനെ നടന്ന് പോയിട്ട് ഇങ്ങനെ നടന്ന് വരുന്നത് പള്ളിയിൽ നിന്ന്. അപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും കാണും കേട്ടോ. അയ്യോ, നടന്ന് ഞാനിങ്ങനെ നേർച്ചയിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും എന്നെ. അപ്പോൾ ഒത്തിരി അമ്മച്ചിമാർ ഓടി വന്നിട്ട് അയ്യോ എന്നാ പറ്റി മോളെ, അയ്യോ നല്ല മോളാണ്, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു പരിചയമില്ലാത്തയാണ്. എൻ്റെ താടിക്കും കവളും ഒക്കെ പിടിച്ചവർ ഭയങ്കര വാത്സല്യത്തോടെ എന്നോട് സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വെച്ചെങ്ങാണ്ട് എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പുള്ളി എൻ്റെ വീട് അന്വേഷിച്ച് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് വരും. ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു അന്വേഷിച്ചു, കുട്ടി എവിടെ ഉള്ളതാണ് എന്നൊക്കെ അന്വേഷിച്ചു. ആരോ പറഞ്ഞു കൊടുത്തു. അതിനെ വീട്ടിൽ വന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനൊരു കുറവുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നെയാണ് എനിക്ക് ആക്സിഡൻ്റ് ആവുന്നത്. അപ്പം ഇത് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനൊരു വ്യക്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതല്ലേ. അപ്പോൾ അത് എൻ്റെ ആബ എനിക്ക് കൊണ്ടു തന്നതാണ്, അതാണ് സത്യം. അപ്പം പക്ഷെ ഞാൻ ഒത്തിരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആവേശത്തിന് ചിലപ്പം തോന്നും കല്യാണം കഴിക്കാൻ ഒരു ജീവിതം തരാമെന്നൊക്കെ. കുറേ കഴിയുമ്പോൾ ചിലപ്പം പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അപ്പോൾ ഞാൻ ഒത്തിരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും വിടാൻ ഉദ്ദേശമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായി. വിടാൻ ഉദ്ദേശമില്ല. പുള്ളിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷ അപ്പോഴേ എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പോയിരുന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ചെയറിലിരുന്ന് അമ്മയ്ക്ക് അരിഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനിതൊക്കെ കണ്ട് പാചകം പഠിക്കുന്നത്. അമ്മയിൽ നിന്നാണ് ഞാനിതൊക്കെ കണ്ട് പാചകം പഠിച്ചത്. അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാനിരുന്നെല്ലാം നോക്കുമായിരുന്നു. കറി തിളയ്ക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കാം.
ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മൾ ഉപ്പിട്ടില്ലല്ലോ ഉണക്കമീനിന്. ഉപ്പ് കുറവാണ്. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇല്ല, ഉപ്പ് കുറവാണ് ഉണക്കമീൻ. ലേശം ഉപ്പിട്ട് കൊടുക്കാം. പോരെങ്കിൽ നമുക്കിടാം, കുറച്ചേ ഇട്ടുള്ളൂ. ശകലം തീ കുറച്ച് വയ്ക്കാം. ഓക്കെ, വേഗട്ടെ. അപ്പം പിന്നെ ചൂടാ, ഭയങ്കര ചൂട്. ഞാൻ ഇരുന്നങ്ങ് വീർക്കുക. അപ്പം ഇങ്ങനെ പുള്ളി വന്നങ്ങനെ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി വീട്ടിൽ കൊണ്ടുവന്നു. ഞാനങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ, സത്യം പറഞ്ഞാൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളീനെയും പുള്ളീൻ്റെ വീട്ടുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ജീവനാണ്. അതായത് ആൺമക്കളില്ല എനിക്ക് ആങ്ങളമാരില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു ജീവിതം തരാനായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് അതിനേക്കാൾ ഇഷ്ടമായി. അപ്പോൾ പക്ഷേ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമല്ല. അതായത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ പുള്ളീനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ആവേശത്തിന് നമുക്കൊരു ജീവിതം തരും. ഞാൻ ഉള്ളത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്നു. ഇതൊക്കെ അറിയണം, കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ അതെല്ലാം മെറുക്കളാണ്. അതാണ് ഞാൻ ഇന്നിങ്ങനെ പറയുന്നത് തുറന്ന്. അപ്പം ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ജീവിതം കിട്ടും, ഇയാൾക്ക് നല്ലൊരു പെൺകുട്ടീനെ കിട്ടും, എനിക്ക് താല്പര്യമില്ല, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ കുഴിച്ചു മൂടി, എനിക്കിനി അതിലോട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി വിടാൻ ഉദ്ദേശവുമില്ല. അപ്പോൾ പുള്ളിക്ക് എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. അപ്പോൾ പറഞ്ഞു. പിന്നെ അവസാനം സമ്മതിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ സമ്മതിക്കേണ്ടി എന്നല്ല, എൻ്റെ ആവ എന്നെ മനസ്സിലാക്കി എന്ന് പറയാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിറ്റേ വർഷം, അതായത് ഡിസംബർ 23-ആം തീയതിയാണ് എൻ്റെ കല്യാണം. അപ്പോൾ പിറ്റേ വർഷം ഡിസംബർ 15-ആം തീയതി അമ്മ മരിക്കുന്നു. അപ്പം ഒരു വർഷം തികഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ പോകുന്നത്. അപ്പോൾ ആവയ്ക്ക് യേശുവായിക്ക് മുന്നമേ അറിയാം എൻ്റെ അമ്മ പോകും, അപ്പോൾ ഞാൻ ഒറ്റയാകും, അപ്പോൾ എൻ്റെ മകൾക്ക് ഒരു തുണ വേണം. എൻ്റെ ആവ വിചാരിച്ചതാണ്, എൻ്റെ മകളെ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കരുത്, എൻ്റെ മകളിനെ നോക്കാനും അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും എനിക്കൊരാളെ അവൾക്ക് കൊടുക്കണം കൂട്ടിന് എന്ന് പറഞ്ഞ് എൻ്റെ ആവ എനിക്ക് തന്നത ഇതാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളി. അപ്പം അത് കഴിഞ്ഞ് ആ സമയത്ത് അമ്മ മരിക്കുന്ന ആ ടൈമിന് എനിക്കറിയില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു 2 മാസം എങ്ങണ്ട. അപ്പോൾ എനിക്കറിയില്ല. അപ്പം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു ആൻറ്റി, നമ്മുടെ ഒരു റിലേറ്റീവ് ഒരു ആൻറ്റിയോട് പറഞ്ഞു, അവൾക്ക് എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൻറ്റിയോട്. പിന്നീട് ആൻറ്റി എന്നോട് പറയുന്നത്, ഇങ്ങനെ അമ്മയ്ക്ക് തോന്നിയിരുന്ന മോളെ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അന്ന് 2 മാസം അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റാണ്. ആ സമയത്തൊക്കെ ഒത്തിരിയും ടെൻഷൻ അനുഭവിച്ചു. എൻ്റെ അമ്മ പോയതിൻ്റെ അത് താങ്ങാൻ പറ്റിയില്ല എനിക്ക്. ആ ഒരു ആഹ്ലാദം എൻ്റെ മനസ്സിന്, അതായത് എൻ്റെ ഒരു വലിയൊരു ശക്തിയാണ് പോയത് എൻ്റെ അമ്മ. അപ്പം ഇനി എനിക്ക് ആരുണ്ട്? പക്ഷെ അമ്മയുടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയായിരുന്നു അപ്പൂപ്പൻ മരിച്ചപ്പോഴത്തേക്ക് കൊണ്ടുവന്ന അമ്മയായിരുന്നു നോക്കിയത്. അപ്പം അമ്മൂമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, പ്രായമുണ്ട്, 10-70, ആ സമയത്തൊക്കെ 10-70 വയസ്സൊക്കെ കഴിയും. 75-80 അടുത്താവും. അപ്പം ഞാൻ എൻ്റെ അമ്മ പോയി, ഇനി എനിക്ക് ആരുമില്ല എന്നുള്ളൊരു മനസ്സിന് വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ അമ്മ മരിച്ച്, പിന്നെ അമ്മൂമ്മ പോയില്ല, ഞാൻ അമ്മൂമ്മേനെ വിട്ടുമില്ല. അമ്മൂമ്മേനെ പിന്നെ എൻ്റെ അമ്മ നോക്കുന്ന പോലെ ഞാൻ എൻ്റെ അമ്മൂമ്മേനെ 10 വർഷം ഞാൻ നോക്കി. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മൂമ്മ. പക്ഷേ ഒന്നും പറ്റില്ല, പുറത്ത് പോയി സാധനമൊക്കെ എനിക്ക് മേടിച്ച് തരും, മീൻ പച്ചക്കറി അങ്ങനെയൊക്കെ മേടിച്ച് തരും. അങ്ങനത്തെ ചെറിയ ഹെൽപ്പ് അമ്മൂമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രഗ്നൻ്റായി ആ സമയത്തൊക്കെ പിന്നെ ഡോക്ടർ പറഞ്ഞു സൂക്ഷിക്കണം, കാരണം അത് എനിക്കറിയില്ല.
നടുവിന് കമ്പി ഇട്ടേക്കുവാണല്ലോ, 3 കമ്പി ഒരു സ്പ്രിങ് കിടപ്പുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം അത് ഇനി ഓരോ മാസം കഴിയും തോറും വെയിറ്റ് കൂടും കുഞ്ഞിൻ്റെ വളർച്ച. അപ്പോൾ ആ സമയത്തൊക്കെ ശ്രദ്ധിക്കണം, നടുവിന് ഇങ്ങനെ ഇട്ടിരിക്കുമല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ സമയത്തൊക്കെ 10 മാസം ഇതായിരുന്ന സമയത്ത് ഓരോ മാസവും എനിക്ക് ആ വെയിറ്റ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ കുഞ്ഞിനെ വളർച്ച വരുമ്പോൾ വെയിറ്റ് ഇങ്ങനെ വയറ് ഇങ്ങനെ കൂടി വരുമല്ലോ. പക്ഷേ എനിക്ക് ആ വെയിറ്റ് പോലും എൻ്റെ ആവ എന്നെ എനിക്ക് തോന്നിച്ചില്ല. എൻ്റെ ആവയായിരുന്നു അതെല്ലാം താങ്ങി, ആ വെയിറ്റെല്ലാം താങ്ങിയെടുത്ത് എന്നെ 10 മാസവും എന്നെ ഹെൽപ്പ് ചെയ്ത്. എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്ന്. സത്യമാണ്. അത് വെച്ച് ഞാനിങ്ങനെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഈ വയറ് വെച്ചിട്ടാണ്, തന്നെ നടക്കാൻ പറ്റില്ലല്ലോ, ചെവരി പിടിച്ചിങ്ങനെ പോകും ബാത്റൂമിലൊക്കെ. അപ്പോൾ തട്ടി വീഴുമെന്നൊക്കെ പേടിയുണ്ട് എനിക്ക്. പക്ഷേ എന്നെ കരുതലോടെ എൻ്റെ ആവ എന്നെ കൊണ്ടുപോകും, ഒക്കെ തിരിച്ച് കൊണ്ടുവരും. പക്ഷേ എനിക്ക് ആ വെയിറ്റ് എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ആ 10 മാസവും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അങ്ങനെ സുഖമായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച്. അപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുക, എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിക്കണമല്ലോ കൊച്ചു കുഞ്ഞിനെ. അപ്പോൾ ആ സമയത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ അമ്മ ചെയ്യുന്നതൊക്കെ ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞിനെ എണ്ണയിടുന്നതും കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, അവിടെ താഴെ ഇരുന്ന് പരമ്പിൽ കുഞ്ഞിനെ എണ്ണയൊക്കെ ഇട്ട് അമ്മ ചെയ്യുന്ന പോലെ എല്ലാം കാലും കൈയൊക്കെ ഇതാക്കി എണ്ണയൊക്കെ ഇട്ട് പിടിച്ച് ഒരു 10-20 മിനിറ്റ് കിടത്തിയിരിക്കുക. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി അവിടെ താഴെ പടിയിൽ കുത്തിയിരുന്നിട്ട് ബേസലിൽ വെച്ചിരുന്നിട്ട് കുഞ്ഞിനെ ഞാൻ തന്നെയാണ് ഈ കാല് വയ്യാതിരുന്നിട്ടും കുഞ്ഞിനെ കുളിപ്പിച്ച്. ഒന്നിൽ ഹസ്ബൻഡ് കാണും, ഇല്ലെങ്കിൽ അമ്മുമ്മ കാണും, ടവല് പിടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് ടവലിൽ പൊതിഞ്ഞ് അവരുടെ, എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ബാത്റൂമിൽ നിന്ന്. ഞാൻ അവിടെ കുത്തിയിരുന്നാണല്ലോ കുളിപ്പിക്കുന്നത്. അപ്പം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല. അപ്പം ഇരുന്നിട്ട് തന്നെ തുടച്ച് ടർക്കിയോടങ്ങ് കൊടുക്കും. എന്നിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പിടിച്ച് കട്ടിലിൽ പോയിരുന്ന് കുഞ്ഞിനെ നല്ല മടിയിൽ വെച്ച് തുടച്ച്, പിന്നെ പൗഡറൊക്കെ ഇട്ട് കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് കരിയൊക്കെ വരഞ്ഞ് അങ്ങനെയാണ് 2 കുഞ്ഞുങ്ങളെയും വളർത്തി. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും, എനിക്ക് ചില സമയം തോന്നാറുണ്ട് കേട്ടോ, എനിക്കിതൊക്കെ എങ്ങനെ പറ്റി ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട്. എൻ്റെ കൂടെ ആ ഒരു ശക്തി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാനാണ് എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കിയതും കുളിപ്പിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ അമ്മൂമ്മയ്ക്ക് പറ്റില്ല. അമ്മൂമ്മ ഒത്തിരി പ്രായം ഉണ്ടല്ലോ. അമ്മൂമ്മയ്ക്ക് പറ്റുന്നതല്ലേ അമ്മൂമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുഞ്ഞ് കരയുമ്പോൾ എടുത്ത് കുറച്ച് നേരം മടിയിലൊക്കെ എടുത്ത് വച്ചിരിക്കും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാനങ്ങനെ ഉറക്കി കിടത്തിയിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കുക്ക് ചെയ്യാൻ കയറുന്നത്. ഞാൻ റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. അതായത് പ്രസവം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണമല്ലോ, 2-3 മാസം മരുന്ന് കഴിക്കണം, ചൂടുവെള്ളം ഒഴിക്കണം, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പണ്ടുള്ളവർ പറയാറുണ്ട്, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ മോളെ ഒരു സമയമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും നടുവിനും ഇതിനൊക്കെ. റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല ഞാൻ. അതൊക്കെ ഞാൻ ചില സമയം ഇങ്ങനെ ഓർക്കും. പക്ഷെ എൻ്റെ കൂടെ രാവ ഉണ്ടായിരുന്നു, എല്ലാത്തിനും എനിക്കൊരു ഹെൽപ്പായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചില സമയത്തൊക്കെ ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇത്രയും മേലിൽ വളർത്തി ഇത്രയും മേലിൽ ഞാൻ കൊണ്ടുവന്നു, എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. പക്ഷെ എൻ്റെ ആ ഒരു ശക്തി എൻ്റെ ആവ ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തിങ്ങനെ കരയാറുണ്ട് ചില സമയത്തൊക്കെ എൻ്റെ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ ഒന്നും നോക്കണ്ട, എൻ്റെ അമ്മ എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. പക്ഷെ കാണാൻ പറ്റിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല എൻ്റെ അമ്മ. അതിന് മുന്നേ പോയി. അപ്പം അതിനുശേഷം 2 മക്കളെ വളർത്തി. പിന്നെ
പല വീടുകളിലും ഇങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ താമസിക്കും. ഇപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത്, സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ പല ഏരിയകളിലും താമസിക്കാൻ പോകും, പലയിടത്താണല്ലോ വീട് കിട്ടുന്നത്. അപ്പം കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറി നോക്കാം. വറ്റിയിട്ടുണ്ട്, എല്ലാം സെറ്റായി. നമുക്കിനി ഇത് കടുക് വറുക്കാം. ഓക്കെ, ഉണ്ടോ, കാണുന്നുണ്ടോ? നമുക്കത് കടുക് വറുക്കാം. ഉപ്പ് ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ, ഉപ്പ് പാകമാണ്. നമുക്ക് കടുക് വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ. ചട്ടി ചൂടാവട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ, കറി വറ്റിയിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, വറ്റൽമുളക്. എണ്ണ പോരാൻ തോന്നുന്നു. മതി. കുറച്ച് ഒരു ലേശം കൂടെ ഒഴിക്കാം, കുറഞ്ഞു പോയി. അപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ, നോക്കി കണ്ടായിരുന്നല്ലോ. അര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ നല്ല മണവും നല്ല സ്വാദുമായിരിക്കും. ഇപ്പം തന്നെ നല്ല മണമാണ് അടുക്കളയിലൊക്കെ. പിന്നെ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ, ഒത്തിരിയും ജീവിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ യേശുവ എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മിറക്കിളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞു തന്നെ ഇനി ഒരിക്കലും ജീവിതമില്ല, അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എൻ്റെ യേശുവായുടെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കും, പക്ഷേ ആബയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മേലെയാണ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല അപ്പൻ്റെ പദ്ധതി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് ആരും വിഷമിക്കരുത്, ആരും നിരാശപ്പെടരുത്. ഏത് കാര്യത്തിനും അപ്പയ്ക്കൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. അത് നമുക്ക് സമയമാകുമ്പോൾ അത് നമുക്ക് തരും കേട്ടോ. അങ്ങനെ ആരും വിഷമിക്കുകയോ നിരാശപ്പെടുകയോ ഒന്നും വേണ്ട. എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അങ്ങനെ പല വീടുകളിലും ഇങ്ങനെ ഇതുപോലെ ഞാൻ കൊച്ചുങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കാണില്ല, ജോലിക്ക് പോകും, ചിലപ്പോൾ ദൂരെയായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് ഒറ്റയ്ക്കാണ് ഞാൻ പല പരിചയമില്ലാത്ത ഏരിയയിൽ പല വീടുകളിലിങ്ങനെ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടും വാടകയ്ക്കാണ് കേട്ടോ, സ്വന്തമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. വീട് അന്വേഷിക്കുന്നുണ്ട്, റോഡ് സൈഡ് തന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം പോയി വരാനൊക്കെ ഉള്ള സൗകര്യം വേണമല്ലോ. മുകളിൽ കയറാൻ പറ്റില്ല, താഴെ ഉള്ളിലോട്ട് താമസിക്കുമെന്ന് വെച്ചാൽ ഓട്ട വരുന്ന രീതിയിൽ വേണം എനിക്ക് പറ്റുള്ളൂ. ആരുമില്ലെങ്കിലും റോഡിൽ നിന്ന്, മെയിൻ റോഡാണെങ്കിൽ നിന്ന് പിടിച്ചു വരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യമുള്ളൊരു വീടാണ് നോക്കുന്ന, റോഡ് സൈഡ്. പക്ഷേ കിട്ടുന്നില്ല.
ആ എല്ലാം ഒരുക്കി തരും. പലരും എന്നോട് ചോദിക്കും സ്വന്തമായിട്ട്. ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് വീട് യേശുവ തരും എനിക്ക്. എനിക്ക് ഭൂമിയിലൊരു വീടുണ്ടെങ്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയമാകുമ്പോൾ തരും. അങ്ങനെ ഞാൻ ജീവിക്കുന്നു, മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറേ അനുഭവങ്ങൾ. എൻ്റെ അമ്മ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആശിച്ചതുപോലെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആവയോട് പറയാം, എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. ജനിച്ചത് തന്നെ ആൺകുഞ്ഞായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ടാമത് ആഗ്രഹിച്ച് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കൊരു പെൺകുഞ്ഞിനെ വേണം എന്ന് പ്രസവിച്ചപ്പോഴത്തേക്ക് പെൺകുഞ്ഞ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്തു തരണം. കാരണം എന്നെ ഒറ്റയ്ക്കാക്കുന്നില്ല. എന്നെ നോക്കാനായിട്ട് എൻ്റെ എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് തരുന്നത്. എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ വിളിച്ച വിശ്വാസത്തോടെ വിളിക്കുക. വിളിച്ച വിളി പുറത്താണ് യേശുവ. മനസ്സിലായോ? വിശ്വാസത്തോടെ നമ്മൾ വിളിക്കണം. പകുതി വിശ്വാസം ഇല്ലായ്മയോ എനിക്ക് ചെയ്തു തരുമോ, പ്രാർത്ഥിച്ചാൽ കിട്ടുമോ, അങ്ങനെയൊന്നും നമ്മുടെ അപ്പനമ്മമാരുടെ അടുത്ത് നമ്മൾ അവകാശത്തോടെ ചോദിക്കില്ലേ, എനിക്ക് ഇന്നത് വേണം, ഇന്ന കാര്യങ്ങൾ അന്ന് പറഞ്ഞതുപോലെ അവകാശത്തോടെ നിങ്ങൾ ചോദിക്കുക യേശുവോട്. തരും നിങ്ങൾക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആവേനെ വിശ്വസിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും വിളിച്ച വിളി പുറത്താണ് കേട്ടോ. വിളിച്ച വിളി പുറത്താണ്. അപ്പം തന്നെ എനിക്ക് ഉത്തരം തരികയും ചെയ്യും. അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. എനിക്ക് ആ ഒരു ശക്തി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ ഇപ്പം 2 മക്കളുണ്ട്. പഠിക്കുവാണ് അവർ. ഇങ്ങനെ ജീവിതം ഓരോ ദിവസം വഴി നടത്തി എന്നെ കൊണ്ടുപോകണം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം. കുറേയൊക്കെ പറയാതെ ഇങ്ങനെ പോയിട്ടുണ്ട് കാര്യങ്ങൾ, ഇതിനിടയ്ക്കുള്ള കാര്യങ്ങൾ. അത് നീണ്ടു പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഇന്നലെ ഒരു ഷോപ്പിലൊരു ചേട്ടൻ വന്നായിരുന്നേ. അതെന്ന് വെച്ചാൽ പുള്ളി അതുവഴി ലോട്ടറി, ഒരു പാവം ചേട്ടനാണ്. എപ്പോഴും വലിയ സ്നേഹമാണ്, കാണുമ്പോഴത്തേക്ക് വലിയ സ്നേഹമാണ്. കാപ്പ് കുടിച്ചോ ഇതൊക്കെ ചോദിക്കും. പുള്ളി എത്തി നോക്കി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പുള്ളി ലോട്ടറിയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരെ കുറേ നാൾക്ക് ശേഷം ഇന്നലെ കണ്ടിട്ട് പറഞ്ഞു, കുറേ നാളായില്ല കണ്ടിട്ട്, സുഖമാണ്, കാപ്പി ചായയൊക്കെ മേടിച്ചിട്ടെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ. അപ്പോൾ ലോട്ടറി ഇങ്ങനെ വിൽക്കാനായിട്ട് കയ്യിൽ ലോട്ടറി ഇരിക്കുക. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പുള്ളി ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അതിലോട്ട് ആയി. അപ്പം പുള്ളി തൃദൈവം എന്ന് പറഞ്ഞ ഒരുപാട് പേര്, ഞാനും പണ്ട് എനിക്കറിയില്ല, ബൈബിൾ വായിക്കുന്നതിന് മുമ്പേ, യേശുവിനെ അറിയുന്നതിന് മുമ്പേ, അതായത് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. തൃദൈവം, അതായത് 3 ഇതുള്ളത് പോലെയാണ് പഠിപ്പിക്കുന്നത്. തൃദൈവം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ക്രിസ്ത്യാനികളെല്ലാം ഇപ്പം അങ്ങനെയാണ് കരുതി വച്ചിരിക്കുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 ആളെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. പക്ഷെ ബൈബിൾ വായിച്ചറിഞ്ഞ് യേശുവിനെ കൂടുതൽ അടുത്തതിന് ശേഷമാണ് നമുക്ക് ബൈബിൾ വായിക്കും തോറും നമുക്ക് ജ്ഞാനവും ബുദ്ധിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ റീന അവൾ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിവരിച്ചു തന്നു. അപ്പം അതായത് ഞാൻ അന്ന് അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. പിന്നീടാണ് ബൈബിൾ വായിച്ചു തുടങ്ങി മനസ്സിലായത് 3 അല്ല, 3 ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന 3 പേരാണെന്ന്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് തെറ്റാണ് പഠിപ്പിക്കുന്നത്. തെറ്റായ രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. അതോ മനഃപൂർവ്വമാണോ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ സത്യം ഇത് 3 വ്യക്തിയല്ല, ഇത് 3 ഒരു വ്യക്തിയാണ്. അതായത് സൃഷ്ടാവ് തന്നെയാണ്. സൃഷ്ടാവിന് ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് പിതാവിന് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ എങ്ങനെ ജീവിച്ച് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് യേശുവ മനുഷ്യരൂപം എടുത്ത്, പിതാവ് മനുഷ്യരൂപം എടുത്ത് നമ്മളെപ്പോലെ കുഞ്ഞായിരുന്നു, ഗർഭം ധരിച്ച് കുഞ്ഞായിരുന്നു, ശിശുവായിരുന്നു, വളർന്ന് നമ്മളെങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു യേശുവ ജനിച്ച് വളർന്നു. നമുക്ക് ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യേശുവ ഭൂമിയിൽ മനുഷ്യരൂപം എടുത്ത് വരുന്നത്.
നമുക്ക് വേണ്ടിയിട്ടാണ് മരിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുമായിരുന്നു, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. ഇതൊക്കെ യേശുവാൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യേശുവ ഭൂമിയിൽ കുഞ്ഞായി ജനിച്ച് ശിശുവായി വളർന്ന് വലുതായത്. അപ്പം പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒരു വ്യക്തിയാണ്, മൂന്ന് പേരല്ല. അത് തെറ്റായ പഠിപ്പിക്കലാണ്. ഇനി നിങ്ങൾ വിശ്വസിക്കണം അത്. അതായത് പിതാവ് മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വന്നു, മനുഷ്യനായിട്ട് ജീവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ യേശുവ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു. ആ എഴുന്നേറ്റിട്ട് യേശുവ ശിഷ്യന്മാരെ കാണാൻ വരുമല്ലോ ഉയർത്തെഴുന്നതിന് ശേഷം. അപ്പോൾ ശിഷ്യന്മാരെ കാണാൻ വരുമ്പോഴത്തേക്ക് യേശുവ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. അപ്പം ഞാൻ പോയിട്ട് തിരിച്ചു വരും വരെ നിങ്ങൾക്ക് എൻ്റെ ശക്തി നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോവുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് മൂന്നും ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്, സൃഷ്ടാവിൽ നിന്നാണ് ഇത് വരുന്നത്, പിതാവും പരിശുദ്ധാത്മാവും. ഈ സൃഷ്ടാവ് തന്നെയാണ് മനുഷ്യരൂപം എടുത്തു വരുന്നതും ആ മനുഷ്യരൂപം മരിച്ച് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ ആ ശക്തി യേശുവ വരും വരെ നമുക്ക് തന്നിട്ട് പോയത്. അതാണ് പരിശുദ്ധാത്മാവ്. ഇനി നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം, ഇതാണ് യഥാർത്ഥ സത്യം. യഹൂദന്മാർ അത് തന്നെയാണ് പറയുന്നത്, അവരതിനെയാണ് വിശ്വസിക്കുന്നത്. യേശുവായിൻ്റെ വരവുണ്ട്, അവരതിനു വേണ്ടിയിട്ടാണ് യഹൂദന്മാർ കാത്തിരിക്കുന്നത്. അവർക്ക് അറിയാം അവരുടെ പിതാവ് വരുമെന്ന്. മേഘാരൂഢനായി, ബൈബിളിലുണ്ട്, മേഘാരൂഢനായി വന്ന് ഒലിവുമലയെ വന്ന് ചവിട്ടും, അപ്പോൾ ഭൂമി രണ്ടായി പിളരും. അപ്പോൾ ഈ യേശുവ വരുന്നതിന് മുമ്പെയാണ് ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ വരവ് അടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ യുദ്ധം നടക്കുന്നപ്പോൾ ഇസ്രായേൽ ഇതുമായിട്ടാണല്ലോ യുദ്ധം നടക്കുന്നത്. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവ വരുന്നത് തന്നെ ഭൂമിയിലേക്ക്. മനസ്സിലായോ? അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിനി അറിയാനുണ്ട്, ഒത്തിരിയും കാര്യങ്ങൾ അറിയാനുണ്ട്. അതാണ് പറയുന്നത്, നിങ്ങൾ ബൈബിൾ വെറുതെ കാണാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ വച്ചേക്കരുത്. അത് നമുക്ക് തന്ന ഒരു നിധിയാണ്. അതായത് നമുക്കതൊരു ഉടമ്പടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ആരിലും പെട്ടുപോകരുത്, ആരെയും നിങ്ങളെ വഴി തെറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തന്നത്. അത് നിങ്ങൾ വായിക്കാതെ വീട്ടിൽ വച്ചിട്ട് നിങ്ങൾ മനുഷ്യരുടെ വാക്ക് കേട്ട് നിങ്ങൾ ജീവിച്ച് ഇന്ന് വഴി തെറ്റിപ്പോയിരിക്കുകയാണ് ജനങ്ങൾ മുഴുവനും. വഴി തെറ്റി കുറേ പേരെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. മനസ്സിലായി? അവരുടെ ഇതിന് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് യേശുവായിനെ വെച്ചും മനുഷ്യരെ വെച്ചും ഒരു പണം സമ്പാദിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇന്ന് അതാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യം വിളിച്ച് പറയുമ്പോൾ റീന ഫ്രാൻസിസ് ഇതൊക്കെയാണ് അവൾ വിളിച്ച് പറയുന്നത്. അവൾ ഓപ്പണിംഗ് ആയിട്ട് വിളിച്ച് പറയുന്നത്. പക്ഷെ അവളിനെ ആർക്കും കണ്ടുകൂടാ. പക്ഷെ സത്യം പറയുന്നവരെ അത് മനസ്സിലാക്കി അത് അവരുടെ കൂടെ നിൽക്കില്ല. പക്ഷെ അസത്യം പറയുന്നവരുടെ കൂടെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും യേശുവ കണ്ടിട്ടില്ലാത്തവരാണ് അത് വിശ്വസിക്കാത്തവരും. യേശുവ കണ്ടിട്ടുള്ളവർ, യേശുവംശയായി കണ്ടിട്ടുള്ളവർ, അവരാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ മക്കളും ഉണ്ട്, ഫാമിലിയുണ്ട്. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ആ ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെയും പേര് ചേർത്തു. അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ആ ശബത്ത് ആചരിക്കുന്നവർ യേശുവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുമെന്നാണ് പറയുന്നത്. ശബത്ത് ആചരിക്കുന്നവർ യേശുവിൻ്റെ അതായത് മുദ്രയാണ് നമുക്ക് തന്നത് ജീവിതത്തിൽ. ഇത് എന്നും എക്കാലവും നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ആചരിക്കുവീൻ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മൾ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് യേശുവ പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഭൂമിയിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അറിയോ? മനുഷ്യരെല്ലാം വഴിതെറ്റിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ന്യായവിധിയിൽ യേശുവ അവരോട് ചോദിക്കും. അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പോൾ കുറേ അച്ഛന്മാർക്കൊക്കെ കുറേയൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കുറേയൊക്കെ മാറ്റങ്ങളിപ്പം വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ കുറേ മനുഷ്യരിപ്പം ബൈബിൾ വായിച്ച് തുടങ്ങി, കുറേ പേര് ഇത് അറിഞ്ഞു, പിന്നെ ശബത്ത് ആചരിക്കാൻ തുടങ്ങി. അപ്പം ദൈവം കണ്ടവർ മാത്രമേ ആചരിക്കുകയുള്ളൂ. ദൈവം കാണാത്തവർ ഒരിക്കലും ആചരിക്കുകയില്ല, വിശ്വസിക്കുകയില്ല.
അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ അതാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ ഇതിനെക്കുറിച്ച് തർക്കിക്കുക, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഈ ചേട്ടൻ തർക്കിക്കുക എന്നോട്. അല്ല അങ്ങനെയല്ല, ഇതിങ്ങനെ തെറ്റാണ്, ഇതിങ്ങനെയാണ്, തൃത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല, അത് തെറ്റാണ് ചേട്ടാ, ഇതാണ് യഥാർത്ഥ സത്യം എന്ന് ഞാൻ പറഞ്ഞിട്ടും പുള്ളി വിശ്വസിക്കുന്നില്ല. അപ്പം ദൈവം തന്നെ പറയുന്നുണ്ട്, അവിടെ നമ്മൾ പറയുമ്പോൾ, തർക്കം വരുമ്പോൾ അവിടെ നമ്മൾ ബൈബിളിനെ കുറിച്ച് അവിടെ നമ്മൾ പിന്നെ അവസാനിപ്പിക്കുക, സംസാരിക്കരുത്. പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ തലയ്ക്കകത്തത് കയറുമില്ല, ചെവിക്കകത്തത് കയറത്തുമില്ല, അവർ ഉൾക്കൊള്ളത്തുമില്ല. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും, അവർ ഇതാക്കി തരില്ല. അപ്പോൾ അവിടെ ദൈവം പറയുന്നത്, അവിടെ നമ്മൾ വചനം സ്റ്റോപ്പ് ചെയ്യുക, അവിടെ നമ്മൾ തർക്കിക്കാൻ പോകരുത്. അങ്ങനെയുള്ളവർക്ക് മുത്തെറിഞ്ഞു കൊടുക്കരുതെന്നാണ് പറയുന്നത്. മുത്തെന്ന് പറഞ്ഞാൽ വചനം എറിഞ്ഞു കൊടുക്കരുത്, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. വചനം എന്ന് പറയണ, മുത്തെന്ന് പറയണ നിധിയാണത്. അത് വല്ലവർക്കും വാരി ഇട്ട് കൊടുത്താൽ അത് യോഗ്യത ഉള്ളവർക്കേ അത് ഫലിക്കത്തുള്ളൂ, ഇല്ലാത്തവർക്ക് അത് ഇതാവത്തില്ല. അതാണ് പറയുന്നത്, യേശുവ പറയുന്നത്, മുത്ത് വാരി നിലത്തിലോട്ട് എറിയുമ്പോൾ, അതായത് ഉപമ വഴി ദൈവം പറയുന്നുണ്ട്. നമ്മളിപ്പം പാടത്ത് നെല്ല് വിതറുവാണല്ലോ, ആ നെല്ല് വിതറുമ്പോഴത്തേക്ക് കുറേയൊക്കെ നല്ല നിലത്ത് വീണ് അത് മുളച്ച് പൊങ്ങി ശിഖരമായി മരമായി നമുക്കത് ഫലം തരും. കുറേയൊക്കെ മുള്ളിൻ്റെ ഇടയിലും പാറയ്ക്കിടയിലും ഒക്കെ വീഴും. അത് ഉപമ വഴിയാണ് യേശുവ പറയുന്നത്. പക്ഷേ നമ്മൾ അത് ദൈവം മുത്ത് വാരി എറിയരുതെന്ന് പറയുന്നത് വചനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഉപമ വഴി യേശുവ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യോശുവ മനസ്സിലായോ? അപ്പം നമ്മൾ ഈ മുത്ത് വാരി എറിയുന്നത്, അത് നമ്മൾ അർഹത ഉള്ളവർക്ക് എറിയുമ്പോൾ അത് അവർ കേൾക്കും. ഇല്ല, ചിലവർ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇല്ലാത്തവൻ പോകട്ടെ എന്നാണ് പറയുന്നത്. അത് യേശുവ വചനത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയേണ്ടത് പറയുക. ഇഷ്ടമുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ, അത് സ്വീകരിക്കട്ടെ, അത് പ്രവർത്തിക്കട്ടെ. ഇല്ലാത്തവർ പോട്ടെ. ദൈവം കണ്ടിട്ടില്ലാത്തവരാണ് പോകുന്നത്. ദൈവം കണ്ടവരൊക്കെ ശബത്ത് ആചരിക്കുന്നുണ്ട്, ആ വചനം വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, ഞാനിനി തർക്കിക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുകയാണ്. ചേട്ടൻ ഇതെന്തെങ്കിലും ഇത് മനസ്സിലാക്കുന്നൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ശരി ആയിക്കോട്ടെ, പോട്ടെ, എനിക്ക് അതിലാണ് വിശ്വാസം. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ചേട്ടൻ്റെ വിശ്വാസം ചേട്ടനെ രക്ഷിക്കട്ടെ. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ തന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് പറഞ്ഞു തരേണ്ടത്. അത് ചേട്ടന് മനസ്സുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക. ഓക്കെ. അപ്പം അത് ഉടനെ പുള്ളിക്കാരൻ അങ്ങ് പോയി. അപ്പോൾ ഇതുപോലെ ഒത്തിരിയും പേരെടുത്ത് ഞാൻ ഇതിന് മുമ്പേ എല്ലാവരും പറയണ, ഞാൻ ചോദിച്ചു, തൃത്യം എന്ന് പറയണത് മൂന്നാണോ അത് ഒരാളോണെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഷോപ്പിൽ ഇരുന്ന്. അപ്പോൾ അവർ പറഞ്ഞു 3 പേരാണെന്ന്. ഞാൻ പറഞ്ഞില്ല, അത് തെറ്റാണ്, ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞു. അത് 3 ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ 2 പേരും വരുന്നത്. സൃഷ്ടാവിന് മനുഷ്യരൂപം എടുത്ത് വരാൻ പറ്റില്ല, ഡയറക്റ്റ് വരാൻ പറ്റില്ല ഈ സകലതും സൃഷ്ടിച്ച സൃഷ്ടാവിനും. അപ്പോൾ മനുഷ്യരൂപം എടുത്ത് ശിശുവായിട്ട് വന്നു. പിന്നെ യേശുവ മരിച്ചു പോയപ്പോൾ ആ യേശുവായുടെ ശക്തി നമുക്ക് വരുവോളം നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. ആ ശക്തിയാണ് ഇന്ന് നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ്, നമ്മൾ പറയുന്നതൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് ആ ഒരു ശക്തിയാണ്. മനസ്സിലായ? ആ സ്വർഗത്തിലിരുന്ന് യേശുവ ഇതെല്ലാം കേൾക്കുവാണ്. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ കുറേ പേരോട് ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചിയോട് വചനം പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരി ഒരു 1.5 മണിക്കൂറോളം കേട്ടിട്ടിരുന്നു. പുള്ളിക്കാരി തന്നെ അങ്ങ് അതിശയിക്കുവാണോ, അയ്യോ ഇങ്ങനെയൊക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് അതിശയത്തോടെ അവർ കേൾക്കുവാണ്. അപ്പം ഈ കേൾക്കാൻ ആഗ്രഹമുള്ളവരെ ദൈവം എൻ്റെ അരികിലേക്ക് വിടും കേട്ടോ. അപ്പോൾ എന്നെ അറിയാതെ തന്നെ വചനം പുറത്തോട്ട് വരും എൻ്റെ നാവിൽ നിന്ന്. അത് കേൾക്കാൻ ഓരോ വിധിച്ചിട്ടുള്ളവരെ എൻ്റെ അരികിലേക്ക് വിടും. എന്ന് പറഞ്ഞതുപോലെ റീനേൻ്റെ അരികിലേക്ക്, റീന ലൈവിൽ കൂടെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിൽ കൂടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനിയും ഒത്തിരിയും കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് അറിയാൻ. പിന്നെ ഒരു കാര്യം, ശബത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ. ശബത്ത് വെള്ളിയാഴ്ച വൈകിട്ട് സൂര്യാസ്തമയത്തിന് തുടങ്ങി ശനിയാഴ്ച സൂര്യാസ്തമിക്കുമ്പോഴാണ് അത് പൂർണ്ണതയാകുന്നത്. അപ്പം ശനിയാഴ്ച എന്ന് പറയുന്നത് ശബത്തെന്ന് പറയുന്നത് ശനിയാഴ്ചത്തേക്കാണ് അവിടെ പറയുന്നത്, ആ ദിവസത്തിന്. ഇനി നിങ്ങൾ മാറിപ്പോകരുത്. ശബത്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ശാബതം എന്നാണ് ഇവിടെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ശബത്തെന്നാണ് പറയുന്നത്, ശാബതമല്ല. അപ്പം അത് വന്നിട്ട് ഇസ്രായേലിലൊക്കെ വ്യാഴാഴ്ചയിൽ തന്നെ ഒരുക്കം തുടങ്ങും.
വ്യാഴാഴ്ച തന്നെ വെള്ളിയാഴ്ചത്തേക്കുള്ള സാധനമെല്ലാം മേടിച്ച് വെള്ളിയാഴ്ചയാണ് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ശനിയാഴ്ച നമ്മൾ ശബത്തിന് കുക്ക് ചെയ്യാൻ പാടില്ല, തീ കത്തിക്കാൻ പാടില്ല. അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റാണ്. അപ്പം വ്യാഴാഴ്ച സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ശേഖരിച്ച് വീട്ടിലേക്ക് ഒരുക്കങ്ങളെല്ലാം തുടങ്ങി ശനിയാഴ്ചത്തേക്കും കൂടെ കുക്ക് ചെയ്ത് വെള്ളിയാഴ്ച വെച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവിയേറ്റി എടുക്കാം. അല്ലാതെ നമ്മളന്ന് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം വെള്ളിയാഴ്ച എല്ലാ യഹൂദ മക്കളും ഞാനും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. വ്യാഴാഴ്ച തന്നെ എല്ലാം നമ്മൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് വെള്ളിയാഴ്ച കുക്കിങ് 2 ദിവസത്തേക്ക് ശനിയാഴ്ചത്തേക്കും കൂടെ ഞാൻ കുക്ക് ചെയ്താണ് വയ്ക്കുന്നത്. ശബത്ത് ആചരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ ആഴ്ച വിട്ടുപോയി പറയാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പനുമായിട്ട് അന്ന് അപ്പൻ്റെ കൂടെ ഇരിക്കണം റെസ്റ്റ്. ബൈബിൾ വായിക്കുക, ബൈബിളിനെ കുറിച്ച് നമ്മൾ വീട്ടിലുള്ളവർക്ക് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതുപോലെ വചനങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക മൂത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ബൈബിള് എല്ലാവരുടെയും വീട്ടിൽ ബൈബിളുണ്ട്. പക്ഷേ ബൈബിള് പലരുടെയും വീട്ടിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, പലരും പറയുന്ന കേട്ടിട്ടുമുണ്ട്. ബൈബിളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിധിയാണത്, യേശുവായിൻ്റെ ജീവനാണത്. ആ വായിൽ നിന്ന മൊഴികളാണ് ആ മൊഴികളാണ് ആ ബൈബിളിലേക്ക് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ജീവൻ്റെ തുടിപ്പുണ്ട് ആ ബൈബിളിന്. നിങ്ങളത് വേസ്റ്റായിട്ട് എവിടെയെങ്കിലും നിങ്ങളവിടെ സ്റ്റാൻഡിൽ വയ്ക്കുന്നുണ്ടായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ബൈബിൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കൊണ്ടുപോയി ലോട്ടറി, പൈസ, കറണ്ട് ബില്ലിൻ്റെ തുണ്ട്, എന്തൊക്കെ ബില്ലുകളുണ്ടോ അതൊക്കെ ഈ ബൈബിളിനകത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കടയിൽ ഷോപ്പിൽ വന്ന് പറയാറുമുണ്ട്, അവരുടെ നാവെന്ന് വരുന്നത്. അപ്പം ഞാൻ പറയും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്. യേശുവായിൻ്റെ ആ തോറ നിധി, തോറ എന്നാണ് പറയുന്നത് യഹൂദ അങ്ങോട്ട് ഇസ്രായേലിൽ, ബൈബിളിന് തോറ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിധിനെ നമ്മൾ സൂക്ഷിക്കണം, നിധി പോലെ സൂക്ഷിക്കണം. നമ്മൾ സ്വർണ്ണമൊക്കെ എന്ത് ഭദ്രമായിട്ടാണ് അതിനെ വെച്ചേക്കുന്നത്, അതിനേക്കാൾ വിലമതിക്കാത്തതാണ് ഈ വചനമെന്ന് പറയുന്നത്. അത് നിങ്ങൾ വേസ്റ്റായിട്ട് എവിടെയെങ്കിലും സ്റ്റാൻഡിൽ കൊണ്ടങ്ങ് ഇട്ടിട്ട് നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് ഇനി ദയവ് ചെയ്ത് ഇതൊന്നും നിങ്ങൾ അതിനകത്ത് വയ്ക്കരുത്, അത് പാവമാണ്. ഇതെല്ലാം യേശുവ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ചില വീടുകളിൽ ബൈബിൾ തൊടാറേ ഇല്ല, ആ ബൈബിൾ അവിടെ ഇരിക്കുന്ന കാണാം, പൊടിയടിച്ച് ഇരിക്കുന്നത് കാണാം, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഡെയിലി തുടച്ച് ഭദ്രമായിട്ട് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി നമ്മളതെടുത്ത് എന്നും വായിക്കുക, അതെന്നും എടുത്ത് മുട്ടുക ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ക്യാൻഡിൽ കത്തിക്കുമ്പോഴത്തേക്ക് മെഴുകുതിരിയോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് ക്യാൻഡിൽ കത്തിക്കുമ്പോഴത്തേക്ക് ആ തീ നമ്മൾ തൊട്ട് ഇങ്ങനെ വയ്ക്കാം, മനസ്സിലായോ? ആ തീ തൊട്ട് അഗ്നിയാണ്. അതായത് പണ്ട് മോശയ്ക്ക് ഇതുപോലെ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ്. മോശ ഇങ്ങനെ ആടിനെ മേയ്ക്കാനായിട്ട് വലിയ മലമുകളിലും കുന്നിൻ ചെരുവിലൊക്കെ ആടിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ട് ടൈം എന്നായെന്നറിയില്ല, കൊണ്ടുപോയിട്ട് ഇതുപോലെ അപ്പോൾ ആടിനെ മേച്ചിട്ട് അവനവിടെ ഒരു സൈഡ് അങ്ങനെ ഇരിക്കും. അപ്പം ഇതുപോലെ വിജനമായ സ്ഥലമാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരും വായിച്ചു പോകും, അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ വായിച്ച അതിൻ്റെ അർത്ഥമൊക്കെ എനിക്കത് മനസ്സിലായിട്ടാണ്. ഓരോ വരിയും വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം, അല്ലാതെ വെറുതെ ബൈബിൾ വായിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സത്യം തിരിച്ചറിയാതെ പോകുന്നത് കേട്ടോ. ഇനി അത് സംഭവിക്കരുത്. നിങ്ങൾ ബൈബിൾ വായിക്കുക, ആരുടെയും പിന്നാലെ നിങ്ങൾ പോകരുത്, നിങ്ങളെ വഴി തെറ്റിക്കും ഇനിയും. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ യേശുവ ഒരു ബൈബിൾ തന്നിരിക്കുന്നത്, വായിക്കാൻ വേണ്ടി, നിങ്ങൾ സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ശബത്ത് ആചരിക്കാൻ വേണ്ടിയിട്ട്. ഈ ശബത്ത് ആചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിശാച് ഇങ്ങനെ മനുഷ്യരെ വഴി തെറ്റിച്ച് ഞായറാഴ്ചയാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ശനിയാഴ്ചയാണ് നിങ്ങൾ ആചരിക്കേണ്ടത്. അപ്പം ഈ മോശ അവിടെ വിജനമായ സ്ഥലത്ത് ആടുകൾ മേയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട്, മോശ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ പച്ചയായ ഒരു മരം, അതായത് പച്ചയായി നിൽക്കുവാണ്, നല്ല നിറച്ച ഇലയാണ് അതിനകത്ത്. ആ നിറച്ച ഇല നിൽക്കുന്ന ആ പച്ചയായ മരം നിന്ന് കത്തുവാണ്. പച്ചയായ മരം, ആ ഇല ഫുള്ള് നിന്ന് കത്തുവാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സ്വരം വരുന്നത്. വേറെ ആരെയും അവിടെ കാണുന്നില്ല, വിജനമായ സ്ഥലം. അപ്പോൾ മോശ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ പേര് വിളിച്ച് ആളെ കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരിടത്ത് നോക്കുമ്പോൾ പച്ചയായ ഒരു മരം നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്.
അപ്പം പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അപ്പം മോശയോട് പറയും, നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, നീ ഇത് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം പിന്നെ അടിമകളെ കൊണ്ടുപോയി അടിമത്തം ചെയ്ത് പാവങ്ങളെ ഒത്തിരിയും കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. അവിടെ നിന്നാണല്ലോ യേശു അവരെ കൊണ്ടുവന്ന് മോശേനെ വെച്ച് അവരെ കൊണ്ടുവന്ന് ചെങ്കടൽ രണ്ടായി പിളർന്ന് അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, ഇത് നല്ല വിവരിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പം ഞാനിത് ചുരുക്കി ബൈബിളിലുണ്ട്, നിങ്ങളുടെ അടുത്തത് വായിച്ചാൽ മതി. ആ കഥകളൊക്കെ ബൈബിളിലുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം അങ്ങനെ മോശയോട് പറയും, നീ അവരെ പോയി രക്ഷിക്കണം. അപ്പം മോശ പറയും, അയ്യോ ഞാനെങ്ങനെയാണ് പോകുന്നത്, അവനതിനുള്ള ധൈര്യമില്ല, ഞാനെങ്ങനെയാണ് പോകുന്നത്, എനിക്കെങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും ഫറവോയുടെ കയ്യിൽ നിന്ന്, എങ്ങനെ ഞാൻ അവരെ ചെങ്കടൽ പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ പോയി ഇങ്ങനെ നീ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം പറയുമ്പോഴത്തേക്കും മോശ അവസാനം പിന്നെ യേശുവ പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങനെയാണ് ഈ പച്ചയായ. അപ്പോൾ യേശുവ മോശയോട് സംസാരിക്കുന്ന അഗ്നി കൂടെയാണ് മോശയോട് സംസാരിക്കുന്നത്. അപ്പം അഗ്നിയാണ് ആബ, തീയാണ്. അത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മൾ ഈ ക്യാൻഡിൽ കത്തിക്കുമ്പോഴും ആ വിളക്കിൽ എണ്ണ ഒഴിച്ചും കത്തിക്കാറുണ്ട്, മെഴുകുതിരി കത്തിക്കാറുണ്ട് ക്യാൻഡിൽ ശബത്തിന്. അപ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ അഗ്നി തൊട്ട് നമ്മളിങ്ങനെ കണ്ണിൽ വയ്ക്കുക, ഇങ്ങനെ കൈ മൂടുക, ഇങ്ങനെ വെച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ വെച്ച് വേണം ആബയോട് സംസാരിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ യഹൂദന്മാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആബെ ഇങ്ങനെയാണ് മോശെ ഇത് തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്തും ചെയ്തുകൊണ്ടിരുന്നത്, ശബത്ത് ആചരിക്കുന്ന സമയത്ത്. ഓക്കെ. അപ്പം മനുഷ്യനായിരുന്ന സമയത്ത്. അപ്പം നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ യേശുവ എന്താ ചെയ്തത് അത് കണ്ടാണ് യഹൂദ മക്കൾ ചെയ്യുന്നത്. അവരെ കണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവരെ കണ്ട് നമ്മൾ ചെയ്യുക. അതിനാണ് നമ്മൾ യേശുവ പഠിപ്പിക്കുന്നത്, അതിനാണ് നമുക്ക് ഈ ബൈബിൾ തന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഗ്നിയെ തൊട്ട്, അഗ്നി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ശക്തിയാണ്. അപ്പം അഗ്നിയിൽ കൂടെയാണ് തുടങ്ങിയത് ആദ്യം. എന്നിട്ട് മോശ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മോശ ഒരു ദിവസം മലയുടെ മുകളിൽ, ഇതൊക്കെ ബൈബിളിലുണ്ട്, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മലയുടെ മുകളിൽ. അപ്പോൾ ഈ ശബ്ദമല്ലേ എപ്പോഴും മോശ കേൾക്കുന്നത്. അപ്പോൾ മോശയ്ക്ക് ഒരാഗ്രഹം, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറയും. അപ്പോൾ ആ മലയുടെ മുകളിൽ ഇങ്ങനെ ചെരുപ്പിട്ട് കയറുമ്പോഴത്തേക്ക് പറയും, നീ ചെരുപ്പിട്ട് കയറരുത്, ചെരുപ്പ് ഊരിയിട്ട് കയറാൻ പറയും. അപ്പം ഊരിയിട്ട് കയറും. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ ശബ്ദത്തിലല്ലേ ഞാൻ കേട്ടത്, എനിക്ക് കാണണം എന്ന് മോശ പറയുമ്പോൾ യേശുവ പറയും, നീ എന്നെ കണ്ടാൽ ആ നിമിഷം തന്നെ നീ ഇല്ലാണ്ടാവും. അപ്പം നമ്മുടെ ജീവൻ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ആബ, നമ്മുടെ ജീവനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പം മോശയുടെ ആ ജീവനെ എന്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ആ മോശ, അതായത് നമ്മൾ ഉദിച്ച് നിൽക്കുന്ന സൂര്യനെ നമുക്ക് ഒരു മിനിറ്റ് നോക്കാൻ പറ്റുമോ? ഉദിച്ച് നിൽക്കുന്ന സൂര്യനെ, അതിനേക്കാൾ തേജസ്സാണ്. അതായത് നമ്മൾ ആബേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉണ്ടാവില്ല. അതാണ് ആബ പറയുന്നത്. അപ്പം നിൻ്റെ ആഗ്രഹമല്ലേ, അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ പിന്നാമ്പുറം നീ കണ്ടാൽ മതിയെന്ന് പറയും. അങ്ങനെയാണ് യേശുവ അതിൻ്റെ പിന്നാമ്പുറം കാണുന്നത്. അപ്പം നമ്മൾ കണ്ടാൽ പോലും നമ്മൾ ആ സമയത്ത് ഇല്ലാണ്ടാകും. അപ്പം നമ്മുടെ ജീവൻ എന്തോരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ കാത്തു പരിപാലനം, നമ്മുടെ ജീവനൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന സൃഷ്ടാവാണ്. അപ്പം നമ്മൾ ഒരു അപകടത്തിൽ കൊണ്ടായാൽ നമ്മളെ വിടുവോ? നമുക്കൊരു ആക്സിഡൻറ്റ് നമുക്ക് തരുമോ? ഇതൊക്കെ ചെയ്യുന്നത് പിശാചാണ്. പിശാച് നമ്മളെ കൊണ്ട് ഓരോ അപകടത്തിൽ കൊണ്ട് പെടുത്തും, നമുക്ക് ഓരോ ആക്സിഡൻറ്റ് വരും, നമുക്ക് ഓരോ രോഗങ്ങൾ തരുന്നതെല്ലാം അവനാണ്. അപ്പം ഇത് എന്നിട്ട് നമ്മൾ ആരെ പഴി പറയും? നമ്മൾ യേശുവായിനെ പഴി പറയും. ഇതെൻ്റെ വിധിയാണ്, ഇത് ദൈവം തന്ന, പലരും പറയാറുണ്ട് ദൈവം തന്ന വിധിയാണ്, നമ്മൾ തെറ്റാണ്, നമുക്ക് നമ്മുടെ കണ്ണ് നനയുന്നത് യേശുവായിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവന്, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുന്നത് യേശുവായിക്ക് സഹിക്കാൻ പറ്റില്ല. അതല്ലേ യേശു പറയുന്നത്, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ ഞാൻ കാത്തുകൊള്ളും, നിന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും. അപ്പം നമ്മളെ ഉള്ളം കയ്യിലാണ് കൊണ്ട് നടക്കുന്നത്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ യേശുവായെല്ലാം നമ്മളെ ഇങ്ങനെ കഷ്ടത തരുന്നതും കരയിപ്പിക്കുന്നതും രോഗങ്ങൾ തരുന്നതും ഒക്കെ അവനാണ്. അപ്പോൾ നമ്മൾ യേശുവായിനെ കുറ്റം പറയും, അപ്പോൾ അവന് നിന്ന് സന്തോഷിക്കാമല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും യേശുവായിനെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ തള്ളിപ്പറയരുത്. ഞാൻ അറിയാതെ ഞാനും പറഞ്ഞിട്ടുണ്ട്. യേശുവായിനെ അറിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ പറയാറേയില്ല. എൻ്റെ ആ മുത്തിനെ, എൻ്റെ മുത്താണ് എൻ്റെ ആബ. രുചിച്ച് എനിക്കത് വർണ്ണിക്കാൻ പറ്റില്ല എൻ്റെ ആബയെക്കുറിച്ച്. അത്രയ്ക്കും
മഹത്വമാണ് എൻ്റെ ആബയെക്കുറിച്ച് പറയാൻ. വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്കും എൻ്റെ ആബ വലിയ ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആബേനെ നിങ്ങൾ തള്ളിപ്പറയരുത്. നമ്മുടെ നന്മയെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു അപകടം വരാൻ നമ്മൾ അച്ഛനമ്മമാർ നോക്കുമോ? ഒരിക്കലും ഇല്ല. എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ കാത്തു പരിപാലിക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. ആ മുത്തിനെ മനസ്സിലാക്കാതെ നിങ്ങൾ പോകരുത്. നിങ്ങളിനി ഒരിക്കലും ആ നാവിൽ വന്നാൽ പോലും നിങ്ങളത് പുറത്ത് പറയരുത്. അഥവാ അറിയാതെ പറഞ്ഞാൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക. ബാബ, ഞാൻ അറിയാതെ അവനെ തള്ളി പറഞ്ഞു, എനിക്ക് മാപ്പ് തരണേ ആബ എന്ന് പറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിക്കുക. പിന്നെ നിങ്ങളത് ആവർത്തിക്കരുത്. ഇതെല്ലാം തരുന്ന പിശാചാണ് നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുവാണ്. ഒത്തിരി ടൈമായി. അപ്പോൾ ഞാനിനി അടുത്ത പ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പം ഞാനിനി നാളെ വരുന്നതായിരിക്കും. കുറച്ച് നാളെ പറയാം. അപ്പം ബായ്. അപ്പം അപ്പോൾ ഇത് നമ്മുടെ കറി കണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കറി നോക്കാം എങ്ങനെയാണെന്ന്. നോക്കി കണ്ടോ, നല്ല മണവും നല്ല കടുകൊക്കെ വറുത്ത്. എന്നാ മണമാ, നല്ല മണം കേട്ടോ. അപ്പോൾ ശകലം ചോറെടുക്കട്ടെ. എങ്ങനെ ടേസ്റ്റ് പറയണ്ടേ? ഇച്ചിരി ചോറെടുത്തിട്ട് വയ്ക്കാം. ഓക്കെ. ഇച്ചിരി മതി. കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിക്കുന്നതാണ്. ഓക്കെ. ഉപ്പൊക്കെ മതിയൊന്ന് നോക്കട്ടെ. ഉണക്കമീൻ കാണാനില്ല. അയ്യോ, അടിപൊളി കേട്ടോ, സൂപ്പർ. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ വെച്ച രീതി നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ചൂട്, എന്നാ മണമാണ് ഇത്. മണം കേൾക്കുമ്പോൾ തന്നെ കൊതി വരുവാ ചോറ് കഴിക്കാൻ. കഴിക്കട്ടെ. നല്ല പുളിയും, കുടംപുളിയുടെ നല്ല പുളിയും ആ കായിൻ്റെ ടേസ്റ്റും ഉണക്കമീൻ്റെ ടേസ്റ്റും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പുളിയൊക്കെ ഇറങ്ങി കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ വെച്ച മെത്തേഡിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. അപ്പം ബായ്. അപ്പം ഞാൻ നാളെ വരാം. കുറച്ചുകൂടെ ബൈബിളിനെ കുറിച്ച്, എൻ്റെ ആബയെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേൾക്കാനായിട്ട്. എനിക്ക് ദൈവം നിങ്ങൾ കേൾക്കുന്നവർ അവസാനം പേര് ഇത് കാണുകയും കേൾക്കുന്നവരെയും ദൈവം കണ്ടിട്ടുള്ളവരാണ്. ക്ഷമയോടെ നമ്മളിത് കേൾക്കുക, മനസ്സിലാക്കുക. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണ്ടേ? ആബയെക്കുറിച്ച് ഇനി വരുന്ന ആപത്തുകളിൽ നിന്നൊക്കെ നമ്മൾ അതിൽ രക്ഷപ്പെടണ്ടേ? ആബേൻ്റെ കൂടെ ചേർന്ന് നിന്നാലേ നമുക്കൊന്നും വരാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പിശാച് നമ്മളെ കൊണ്ടുപോകും. ഇനി വരുന്ന ദുരന്തത്തിലും ഇനി വരുന്ന ക്ഷാമങ്ങളിലും ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്ന മഹാമാരികൾ. യേശുവിൻ്റെ വരവിന് മുമ്പേ, യേശുവിൻ്റെ വരവ് അടുത്തു. ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ. അപ്പോൾ ആ വരവ് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. എൻ്റെ ആബയുടെ വരവ് കാണുമ്പോൾ എനിക്ക് നേരിട്ട് കാണണം ആബ. എപ്പോഴും ഞാൻ പറയാം, ആബയുടെ വരവ് മെഗാരൂഢനായി വരും. ആ ഒലിവ് മലയിൽ വന്ന് ചവിട്ടുമ്പോൾ എനിക്കും അത് കാണണം ആബയുടെ കൈപിടിച്ച് എനിക്ക് അവിടെയൊക്കെ ഓടി നടക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ ആബയോട് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ഞാൻ നാളെ വരാം. ഓക്കെ, സമയം പോണു. അപ്പം എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. നിങ്ങളിത് ഫുള്ളും കാണുക, കേൾക്കുക. കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ കാണുക. ഇതിപ്പോൾ 7ാമത്തതാണ് ഞാൻ എടുക്കുന്നത്. കാണാത്തവർ 1 മുതൽ കേൾക്കുക. അതിലൊക്കെ എൻ്റെ അനുഭവവും എൻ്റെ യേശുവ തന്ന അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ബായ്. അപ്പം എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. എല്ലാവരും ചെയ്യണം.